മൺമറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന വല്ല മെഷീൻ വരുന്നുണ്ട് എല്ലാവർക്കും അത്ര നല്ല കൈപ്പണി തന്നെയാണ്. കൈപ്പണിയായിരുന്നു പഴയ ആൾക്കാർക്കെല്ലാം നല്ല കൈപ്പണിയാണ് ഇഷ്ടം. ഫാനിനകത്താണ് നമ്മൾ കനലൊക്കെ കൂട്ടുന്നത്, ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ. ഇപ്പോ അതൊക്കെ കുറഞ്ഞു വരികയാണ് ഈ ആലകളൊക്കെ. ഒരുപാട് വർക്കുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് കൂടുതലും അങ്ങനെ വലിയ അടി ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം പഴയ പോലുള്ള പണിയില്ല. 4 കിലോ ഉള്ള വെയിറ്റ് എടുത്തിട്ട് ഇങ്ങനെ അടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് എഫേർട്ടുള്ള പണിയാണെന്നറിയാം. അതും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ കോഴിപ്പള്ളി പഞ്ചായത്തിൽ ഇപ്പം ഈ 1-2 ആലേ ഉള്ളൂ. കഴിഞ്ഞ 30 വർഷമായിട്ട് ചെയ്തു വരുന്ന ഒരു ജോലിയുടെ ഭാഗമാണ്. നമസ്കാരം. കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ കൊല്ലപ്പണി ചെയ്ത് ജീവിക്കുന്ന ഒരു ചേട്ടനുണ്ട്, സുരേന്ദ്രൻ ചേട്ടൻ. പൂയപ്പള്ളി മൈലോടാണ് ആ ചേട്ടന്റെ വീട്. നമുക്കറിയാം, നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ വീട്ടാവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഇരുമ്പ്, ആ ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങൾ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു വരികയാണ് ഈ ആലകളൊക്കെ. അപ്പോൾ വളരെ കൗതുകം തോന്നിയിട്ട് ഞങ്ങളിവിടെ എത്തിയതാണ് അദ്ദേഹത്തിന്റെ ആലയിലെ വർക്കുകൾ കാണാനായിട്ട്. അപ്പോൾ സുരേന്ദ്രൻ ചേട്ടൻ നല്ല പണിയിലിരിക്കുകയായിരുന്നു. ചേട്ടോയ്, തിരക്കാണല്ലേ? ശരിക്കും ഈ ആലയിലെ ജോലിയിൽ ഈ ആലകളൊക്കെ ഇപ്പൊ ഇങ്ങനെ മൺമറഞ്ഞോണ്ടിരിക്കുമല്ലയോ? ഇപ്പൊ അങ്ങനെ ശരിക്കും ആലകളൊന്നും ഇല്ല. അപൂർവ ഈ കോഴിപ്പള്ളി പഞ്ചായത്തിൽ ഇപ്പം ഈ 1-2 ആലേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ സുരേന്ദ്ര ചേട്ടന്റെ ആലയും പിന്നെ മറ്റു 1-2 ആലകൾ മാത്രമല്ല ഈ പഞ്ചായത്തിലുള്ളത്. നമ്മുടെ ഈ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ആ ഒരു രീതി ഒക്കെ മാറി, മെഷീൻ ആയല്ലോ. ഇപ്പൊ മെഷീനായി. പിന്നെ ഈ പഴയതൊക്കെ ചുവാക്കാനും പുതിയതൊക്കെ ചിലതൊക്കെ ഉണ്ടാക്കും. ഇപ്പം പഴയ പോലുള്ള പണിയില്ല. വർക്ക് കുറവാണോ? വർക്ക് കുറവാണ്. നമ്മുടെ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു കാർഷിക മേഖലയാണല്ലേ? കാർഷിക മേഖല. ഈ മേഖല എന്ന് പറഞ്ഞാൽ മൊത്തവും ഈ പന്നി വെച്ച് ഇറങ്ങിയോണ്ട് കൃഷി ആരും ഇറക്കായി. പന്നിശല്യം കൂടുതലാണ്. അവരുടെ കൃഷി നടന്നെങ്കിലേ നമ്മുടെ കാര്യം നടക്കും. ഇന്നലെ ഒരു കുന്താലി ആയാലും നമ്മുടെ തൂമ്പായാലും ശരിയാക്കാനോ വരത്തുള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ ഒരുപാട് തൊഴിലുറപ്പിന്റെ ആൾക്കാരും ഒക്കെ ഉണ്ടല്ലേ? അപ്പൊ അവർക്കൊക്കെ ഉള്ള ആയുധങ്ങൾ ഇവിടെ തന്നെയാണോ ഷാർപ്പ് ചെയ്യുന്നതൊക്കെ അല്ലേ? ആണോ? പണ്ട് നമ്മളിങ്ങനെ ഒരു കറക്കുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ? എങ്ങനെയാണ് അതിന്റെ ഇപ്പൊ ഒരു ഇലക്ട്രിക് ഫാന് പോലത്തെ അല്ലേ? അപ്പൊ ആ ഫാനിനകത്താണ് നമ്മള് കനലൊക്കെ കൂട്ടുന്നത്. പച്ചിരുമ്പാണോ? ഈ ഇവിടെ അതായത് നമ്മൾ ഈ കൊണ്ടുവരുന്നതിന്റെ വർക്ക് അല്ലാതെ പുതിയതായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ടോ? ചെയ്തുകൊണ്ടിരിക്കല്ലേ? ഓക്കെ. ഈ കാലാകാലങ്ങളായിട്ട് മെഷീനിന്റെ ഉപയോഗത്തിൽ നിന്ന് ഇങ്ങനെ ചെയ്തു വരുന്നവർ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഈ രീതി തന്നെയാണ് അല്ലേ? കൈത്തൊഴിൽ ചെയ്യുന്നതല്ലേ വൃത്തിയാവത്തുള്ളൂ. തട്ടിയും കളയുക. പിന്നെ അത് ഇവിടെ കൊണ്ടുവന്ന് ചൊവ്വാക്കുണ്ടാവും. അപ്പൊ ഈ പച്ചിരുമ്പൊക്കെ എവിടുന്ന കൊണ്ടുവരുന്നേ? കൊല്ലത്ത് പോയിട്ടല്ലേ? ആരെങ്കിലും ഉണ്ടോ സഹായത്തിന്? ആളുണ്ട്. ഇതെല്ലാമേ ഉള്ളു. ശരിക്കും ഭയങ്കര എഫേർട്ടുള്ള പണിയല്ലേ ചേട്ടാ? ചേട്ടന് ഇപ്പൊ എത്ര വയസ്സായി? ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? എന്തായിരുന്നു? അറ്റാക്കോ? ആൻജിയോപ്ലാസ്റ്റി ചെയ്ത ആളാണ്. ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരിക്കുന്ന ഒരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹം കഴിഞ്ഞ 30 വർഷമായിട്ട് ചെയ്തു വരുന്ന ഒരു ജോലിയുടെ ഭാഗമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഇത്രയും വലിയൊരു ഹാമർ, ഇത് എത്ര വെയിറ്റ് ഉണ്ട്? 5 കിലോ ഉണ്ടാവില്ലേ? 4 കിലോ ഉള്ള വെയിറ്റ് എടുത്തിട്ട് ഇങ്ങനെ അടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് എഫേർട്ടുള്ള പണിയാണെന്നറിയാം. അതും ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം പാരമ്പര്യമായിട്ട് ഈ ഒരു തൊഴിലായത് കൊണ്ടല്ലേ? ഇതല്ലാതെ വേറെ എന്തെങ്കിലും? നേരത്തെ ബെൽഡിങ്ങിന്റെ പരിപാടിയാണ്. അതിപ്പോ നമുക്ക് വയസ്സായ ഒക്കത്തില്ല. ഒക്കില്ല. അപ്പൊ ഇപ്പൊ ആരുണ്ട് സഹായിക്കാൻ? മക്കളുണ്ടോ? മക്കൾ ഈ വർക്ക് ചെയ്യുന്നുണ്ടോ? അതോ വർക്ക് ചെയ്യുന്നില്ല? അവർ ഈ റൂഫിങ്ങിന്റെ ഗേറ്റിന്റെ ബെൽഡിങ്ങിന്റെ പരിപാടി ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ചേട്ടനെ സഹായിക്കുന്നത് ആള് വരുന്നുണ്ടല്ലേ? ഓക്കെ. അപ്പൊ ചേച്ചി ഇവിടുത്തെ അമ്മയാണ് എല്ലാത്തിനും സഹായിക്കുന്നത്. ഇത് സുരേന്ദ്രൻ ചേട്ടന്റെ വൈഫാണ്. ഇവിടെ പിന്നെ ഇങ്ങനെ എന്താ പറയാ, കാലാകാലങ്ങളായിട്ട് ഇതിന്റെ ഇങ്ങനെ തുടർന്നോണ്ടിരിക്കുകയാണ്. ഉണ്ട്. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഈ ആല ഉണ്ട്, അന്ന് തൊട്ടേ കൂടെ ഉണ്ട്. ഓക്കെ. അപ്പൊ എങ്ങനെ മക്കളൊക്കെ വെൽഡിങ്ങിന്റെ പണി മറ്റുള്ളവർക്കായിട്ട് പോകുന്നത് ചെയ്യും.
എന്തെങ്കിലും കൂടുതൽ വർക്കുണ്ടെങ്കിൽ അമ്മനോട് സഹായിക്കും. അപ്പൊ ശരിക്കും ഇന്നത്തെ കാലത്ത് ഇതെല്ലാം മെഷീനിൽ വരുവാണ്. അപ്പൊ ചേട്ടന്റെ ഒരു ആരോഗ്യ പ്രശ്നമൊക്കെ നമ്മളോട് പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഇത് ചെയ്യുമ്പോ, ഈ വർക്ക് ചെയ്യുമ്പോ? അത് വർക്ക് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ കൂടുതലും നമുക്കുള്ള ഈ കാലഘട്ടത്തിലെന്ന് വെച്ചാൽ ഇപ്പൊ ഈ പണികൾ ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഈ വർക്ക് ആയതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന എല്ലാം മെഷീനിൽ വരുന്നതുകൊണ്ട് എല്ലാവർക്കും അത്ര നല്ല കൈപ്പണി തന്നെയാണ്. കൈപ്പണിയായിരുന്നു പഴയ ആൾക്കാർക്കെല്ലാം നല്ല കൈപ്പണിയാണ് ഇഷ്ടം. പക്ഷെ ഇപ്പോഴുള്ള പിള്ളേർക്കെന്ന് വെച്ചാൽ അവർക്ക് ഇതിന്റേതായ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അവര് കിട്ടുന്ന റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് അവരതുകൊണ്ട് ഉപയോഗിക്കും. പക്ഷെ പഴയ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഇതേപോലുള്ള ഇത് വേണം. അതുകൊണ്ട് ചേട്ടൻ ഇത്രയും വയ്യായിരുന്നിട്ടും ഇപ്പോഴും ഓരോരുത്തരും ഉണ്ടെന്ന് നിർബന്ധിച്ച് കൊടുക്കുകയാണ്. ഇപ്പോഴും മൂത്ത മോനൊന്നും ഇളവനും ചേച്ചിക്ക് തൊഴിലുറപ്പ് ജോലിയല്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടോ? ഉണ്ട്, പോകും. അത് അവിടുന്നുള്ള കുന്താലിയൊക്കെ കൊണ്ടുവരാറുണ്ടോ? അത് കൂടുതലും പിന്നെ തൊഴിലുറപ്പിൻ്റെതാ ഇവിടെ കൂടുതലും കൊണ്ടുവരുന്നത്. ഇവിടെ ഒരു കാർഷിക മേഖലയാണല്ലേ, അതുകൊണ്ട് തന്നെ. വലിയ പണിക്ക് അതെല്ലാം ഇവിടെ ഒരുപാട് വർക്കുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് കൂടുതലും അങ്ങനെ വലിയ അടി ചെയ്യാൻ പറ്റുന്നില്ല. ഹാർട്ടിന് കംപ്ലൈന്റ് ഉണ്ട്, പിന്നെ 2 കണ്ണ് കാഴ്ചയില്ലാതായിരുന്നു. അതെല്ലാം ഇപ്പൊ തിരിച്ച് കിട്ടി. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയതിനു ശേഷം ഇപ്പൊ കുറച്ചൊക്കെ പണികളെ എടുക്കുന്നുള്ളൂ. അപ്പൊ ശരിക്കും മൺമറഞ്ഞു പോകുന്ന ആലകളാണ്, അല്ലെങ്കിൽ മൺമറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്, അസ്വസ്ഥതകളുണ്ട്, എങ്കിൽ പോലും അദ്ദേഹം ശീലിച്ചു വന്ന ചില കാര്യങ്ങൾ അത് അതേപടി തന്നെ നിലനിർത്താനാണ് ഇപ്പോഴും സുരേന്ദ്രൻ ചേട്ടൻ ആഗ്രഹിക്കുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവനിത്, വിസ്മയ ന്യൂസ്.